യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും ദൈവാനുഗ്രഹം നിറഞ്ഞ ഒരു പുതിയ പ്രഭാതവും ഒരു ദിവസവും ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം ഹബക്കൂക്ക് പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായം 17-ാം തിരുവചനം. ദൈവത്തോടൊപ്പമായിരുന്നിട്ടും ഹബക്കൂക്ക് പ്രവാചകൻ ആവലാതികൾ പറയുന്നതും ആ പ്രവാചകൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കും. ഹബക്കൂക്ക് പ്രവാചകൻ ദൈവത്തിൻ്റെ മുന്നിൽ ദൈവത്തെ സ്തുതിക്കുന്ന പ്രാർത്ഥനയാണ് ഇന്ന് നമ്മൾ ശ്രവിക്കുന്നത്. അത്തിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും ഒലിവ് മരത്തിൽ കായ്കൾ ഇല്ലാതായാലും വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും ആട്ടിൻകൂട്ടം ആലയിൽ അറ്റുപോയാലും കന്നുകാലികൾ തൊഴുത്തിൽ ഇല്ലാതായാലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും. എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും. കർത്താവായ ദൈവമാണ് എൻ്റെ ബലം. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ എന്തിലെല്ലാം ആശ്രയിക്കുന്നോ അതെല്ലാം ഇല്ലാതായാലും അവന് ദിവസേന ലഭിക്കേണ്ട വരുമാന മാർഗങ്ങൾ ഇല്ലാതായാലും അവന് ചുറ്റും പ്രതിസന്ധികൾ വന്നാലും ഞാൻ എൻ്റെ ദൈവമായ കർത്താവിൽ ആനന്ദിക്കും. കാരണം അവനാണ് എൻ്റെ ബലം, അവനാണ് എൻ്റെ രക്ഷകൻ. നമ്മൾക്ക് എത്ര പേർക്ക് വിശ്വാസത്തോടെ നമ്മുടെ പ്രതിസന്ധികളിൽ നിന്നുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാൻ സാധിക്കും. പരാതികളോ പരിഭവങ്ങളോ ഒന്നുമില്ലാതെ, ദൈവമേ, നീ എല്ലാം അറിയുന്നു, നീ എൻ്റെ ദൈവമായ കർത്താവാണ്, നീയാണ് എൻ്റെ ബലം, നീയാണ് എൻ്റെ രക്ഷകൻ, നിന്നിൽ ഞാൻ ആനന്ദിക്കുകയും നിന്നെ ഞാൻ സ്തുതിക്കുകയും ചെയ്യുന്നു. കാരണം എനിക്ക് വേണ്ടതെല്ലാം ഒരുക്കി തന്നത് അങ്ങാണ്. ഈ നിമിഷം വരെ എനിക്ക് എന്തെല്ലാം ലഭിച്ചുവോ അതിൽ ഞാൻ പൂർണ്ണ സംതൃപ്തിയോടെ അങ്ങയെ ഞാൻ സ്തുതിക്കുന്നു എന്ന് എത്ര പേർക്ക് പറയുവാൻ സാധിക്കും? ഒരു പ്രതിസന്ധി വരുമ്പോൾ, ഒരു വിഷമം വരുമ്പോൾ കർത്താവിൻ്റെ മുന്നിൽ പരാതികളും പരിഭവങ്ങളും പറയുവാനല്ലേ നമ്മൾ ഓരോരുത്തരും നിലകൊള്ളുന്നത്. ആ സമയം നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടുന്നില്ലേ? എന്നാൽ ഹബക്കൂക്ക് പ്രവാചകൻ ചെയ്തതുപോലെ ഞാൻ ഒന്നുമില്ലാത്തവനായാലും ഞാൻ ദൈവത്തെ സ്തുതിക്കും. കാരണം ഞാൻ ജീവനോടെ ഇരിക്കുവാൻ എൻ്റെ ബലമായി നിൽക്കുന്നത് എൻ്റെ കർത്താവാണ്, എൻ്റെ രക്ഷകനായ ദൈവമാണ്. അതായിരിക്കട്ടെ നമ്മുടെ വിശ്വാസം. പതറിപ്പോകാത്ത മനസ്സോടെ ദൈവത്തിൽ ആനന്ദിക്കുക. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ.
ലോകത്തിലെ 830 കോടിയിലധികം വരുന്ന എല്ലാ മക്കളെയും ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം. ദൈവം ഓരോരുത്തരെയും തൻ്റേതാക്കി മാറ്റട്ടെ. ലോകസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ശാന്തിയും സമാധാനവും ഈ ലോകത്ത് നിറയുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ നമ്മുടെ രക്ഷകനും നാഥനുമായ നമ്മുടെ ബലമായ യേശുക്രിസ്തുവിൻ്റെ സമാധാനം സന്തോഷത്തോടുകൂടി നിങ്ങൾക്ക് ഞാൻ പങ്കുവയ്ക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.